1 ഇത് വീഡിയോ എടുക്കാൻ സമ്മതിക്കണേ. 1 2 3 4 5 സ്റ്റാമിന തീർന്ന മുട്ടി. അവിടെ ഇറങ്ങി പരിപാടി ചെയ്ത് ക്ഷീണിച്ചു. ഇന്നലെ ഞങ്ങളൊരു ഫംഗ്ഷന് പോയപ്പോഴത്തേന് എല്ലാരും എന്നോട് പറഞ്ഞു നിന്റെ വയറ് കുറഞ്ഞു, തടി കുറഞ്ഞു എന്നൊക്കെ കേട്ടപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് കേട്ടോ. അപ്പം വീണ്ടും വർക്കൗട്ട് അതിരാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയതാണ്. അമ്മൂട്ടിനെ വിളിച്ചുകൊണ്ടിരുത്തിയൊക്കെയാണ്. അമ്മൂട്ടി വീഡിയോ അമ്മൂട്ടി ഇന്ന് നമുക്ക് ഇതൊന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മൂട്ടി റെഡിയായി വന്നിരിക്കുകയാണ്. ഇത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു രാവിലത്തെ വർക്കൗട്ട് സെക്ഷനാണ് നിങ്ങൾ കണ്ടത്. ജിമ്മിനൊന്നും പോയിട്ടല്ല. അപ്പം രാവിലെ എണീറ്റ പാടെയുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. വീഡിയോ എടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഇവളുടെ കുറച്ച് മരണമാസ സീനുണ്ടായിരുന്നു കേട്ടോ. ഇവള് അല്ലാത്ത ദിവസം ഈ സമയത്ത് പോയി കടന്നു പൂരം ഉറക്കം ഉറങ്ങുന്നവളാണ്. ഇതാ ഇവിടെ ഇങ്ങോട്ട് തോന്നിക്കും. ഇതാ പൂരം ഉറക്കം ഉറങ്ങുന്നവളാണ്. ഇന്ന് ഇവൾക്ക് ഇന്ന് ഇവൾക്ക് ഉറങ്ങുകയും വേണ്ട, കിടക്കുകയും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ ഷൂട്ട് ഞാൻ പ്ലാനാക്കി അതിരാവിലെ അമ്മുനെ വിളിച്ചെനിക്ക് അമ്മു നമുക്ക് ഇന്ന് രാവിലെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് വ്ളോഗ് എടുത്ത് നിങ്ങളെയൊക്കെ കാണിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉറക്കപ്പിച്ചിൽ വായിക്കോട്ടെ വന്ന് നിൽക്കുമ്പോൾ നിനക്ക് എന്താ എന്ന് പ്രശ്നം? ഇന്ന് നിനക്ക് ഉറങ്ങണ്ടേ? ഇന്ന് ഉറക്കവും ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ കുറേ നാളായിട്ട് വയറ് കുറക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കുറച്ചു. ഇല്ല അമ്മൂട്ടി? അതെ, ഫുഡ് മാത്രം കുറച്ചു. ഫുഡ് കുറച്ചെന്ന് പറയാം, പക്ഷെ കുറക്കത്തൊന്നുമില്ല. രാവിലെ എണീറ്റ് വടം അടുക്കളയിലേക്ക് പോയി മമ്മി ദോശ ഓടുന്നുണ്ടാവും, അതെടുത്ത് കഴിക്കും. അത് കഴിച്ചു. പിന്നെ ഞങ്ങളുടെ കൂടെ ഒന്നുകൂടെ ഇരിക്കും. പിന്നെ ഉച്ചക്ക് ഇരിക്കും. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിന്നും. ഇവിടെ പറഞ്ഞത് ഞാൻ ഇതാണ് ഡയറ്റ്. അതായത് ഇവള് പറയുമ്പോ ഞാൻ പൊറ തീറ്റ ഇരുന്ന ഇവള് പറയുന്നത്. ഞാൻ അങ്ങനെയല്ല, ഞങ്ങള് കഴിക്കുന്നതിനെക്കാട്ടി ഒരു എക്സ്ട്രാ ടിഞ്ചൻ കഴിക്കും. ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ എന്നെ ഊക്കണം. എടി പൊട്ടി അങ്ങനല്ല. അതായത് ആ സമയത്ത് ഞാൻ കുറച്ച് കഴിക്കും. അത് മെയിനായിട്ട് ഫുഡ് കുറയ്ക്കുക, അതായിരുന്നു എന്റെ ഉദ്ദേശം. അപ്പോൾ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് ഫുഡ്. അത് കാണുമ്പോഴത്തേന് ഇങ്ങനെ അറിയാതെ കഴിച്ചു. പിന്നെ ഇവിടുന്ന് ടൗണ് വരെ പോകുമ്പോഴേക്ക് അവിടുന്ന് ചായ കുടിക്കും. ചായ എന്റെ വീക്ക്നെസ് ആണ്. ഞാൻ അത് എല്ലാ വ്ളോഗിലും കഴിക്കും. ഇവള് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ തീറ്റപ്പണ്ടാരാന്ന് പറയും. അപ്പം ഈ വയറ് കുറയ്ക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഞാൻ അതിരാവിലെ എണീക്കും കേട്ടോ. അതിരാവിലെ എണീറ്റ് എൻ്റെ ഒരു സ്പീക്കർ ഉണ്ടായിരുന്നു. ആ സ്പീക്കർ ഞാൻ ഇന്ന് കൊണ്ടുവന്നില്ല. സ്പീക്കർ എടുത്ത് കാണിക്കാം. അതിരാവിലെ ഞാൻ ഈ സ്പീക്കറും കൊണ്ട് വരും. ഈ സ്പീക്കറും കൊണ്ട് വന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഫുൾ സൂമ്പയാണ് കേട്ടോ, ഫുൾ ഡാൻസ്. അപ്പൊ ഡാൻസ് ചെയ്യുമ്പോഴത്തേന് എന്റെ വർക്കൗട്ട് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ വാമപ്പാണ്. ശരിക്കും വാമപ്പൊക്കെ ചെയ്ത് അതിന് വേറെ സീനുണ്ട്. അതിനുശേഷം ഫസ്റ്റ് സാധനം ഇങ്ങനെ വെക്കും. അതിനുശേഷം പിന്നെ എന്തായിരുന്നടി മറന്നുപോയല്ലോ. നാളെ കളിക്കൂല, അങ്ങനെയാണ് കേട്ടോ. 2 ദിവസം ആക്റ്റീവായിട്ട് എന്തെങ്കിലും പിന്നെ ഒരു മാസത്തേക്കില്ല. അതാണ് ആ ഒരു ദിവസം കൊണ്ട് ഒരു മാസത്തെ ഞാൻ ചെയ്യും. എന്നിട്ട് ഒരു മാസത്തെ തിന്നും. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഇപ്പം കണ്ടില്ലേ എണീറ്റിട്ടുള്ള സാധനങ്ങൾ, ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ജിമ്മിലൊന്നും പോകാനുള്ള ഡെഡിക്കേഷൻ കുറവാണ്. കാരണം രാവിലെ എണീക്കാൻ പറ്റൂല, ഒന്നാമത്തെ കാര്യം. നൈറ്റ് നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടുള്ള വർക്കൗട്ട് ചെയ്തു. അപ്പൊ ഞാൻ രാവിലെ ഈ സ്പീക്കർ കൊണ്ടുവന്നിട്ട് പാട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ഡാൻസാണ്. ഫുൾ ഡാൻസും വർക്കൗട്ടും. അങ്ങനെ ഒരാഴ്ചയായി, 2 ആഴ്ചയായി പതിയെ എന്നെ വീട്ടിൽ നിന്ന് അതിരാവിലെ ഈ സാധനം അങ്ങ് ബ്ലോക്ക് ആക്കാൻ തുടങ്ങി.
ഇവിടെ ബാക്കിയുള്ളവർക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി തുടങ്ങി. അങ്ങനെ ഈ സാധനം ഇപ്പൊ സൈലന്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ എനിക്കിത് റിസൾട്ട് കിട്ടിയത് നീ എന്തെങ്കിലും റിസൾട്ട് കിട്ടിയത് ഇന്നലെ ആൾക്കാർ പറഞ്ഞപ്പോ, അതാണ് ഇപ്പൊ തളപ്പ്. എനിക്ക് അതിനെ പറ്റിട്ട് പറയുന്നത്, നമ്മള് ഇന്നലെ ഒന്ന് റിസൾട്ട് കിട്ടിയെന്നൊക്കെ ഒരാൾ പറയുമ്പോ ഇന്നലെ ആൾക്കാരൊക്കെ പറഞ്ഞു. ഇന്നലത്തെ വീഡിയോ നമ്മള് പറഞ്ഞായിരുന്നു, പുറത്തേക്കൊക്കെ പോയപ്പോഴേക്ക് ടിഞ്ചൻ എങ്ങനെ ഇങ്ങനെ മെലിഞ്ഞു എന്നൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയില്ലേ. അപ്പൊ ഞാൻ ഇന്നെന്താ കുറെ നാള് ചെയ്യാതിരുന്ന സാധനം ഇന്നലെ ആൾക്കാരൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇന്ന് വീണ്ടും തുടങ്ങി. അപ്പൊ ഞാൻ എന്താ വിചാരിച്ചു, ഇന്നെന്തായാലും വർക്കൗട്ട് ചെയ്തിട്ടുള്ള കാര്യം, അത് വീഡിയോ എടുത്തിട്ടുള്ള കാര്യമായിരുന്നു. ഇനിയിപ്പോ നാളെ ഇനിയിപ്പോ എന്താകുമെന്ന് എനിക്കറിയത്തില്ല. ഇന്നത്തെ വേദന നാളെ ഉണ്ടാവും. ഇതിന്റെ ക്ഷീണം തീർക്കാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ആ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രാവിലെ കുറച്ച്, പിന്നെ ഉച്ചക്ക് അതിനും കുറച്ച്, നൈറ്റ് വളരെ കുറച്ച്. ഈ രീതിയിൽ ഇവരൊക്കെ സ്നേഹത്തോടെ എനിക്ക് തന്നാലും ഞാൻ വളരെ കുറച്ച് കഴിക്കും. ഇവരും ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഞാൻ ഭയങ്കരമായി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോ എനിക്ക് ഫിലിമിലൊക്കെയാണ് ഭയങ്കര താല്പര്യം. അപ്പൊ ഇത് ചാൻസ് കിട്ടുമ്പോഴത്തേന് അവന് വയറായിട്ട് ഇനി പ്രായമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ അപ്പൊ അത് കാരണം കിട്ടാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള പപ്പയുടെ ക്യാമറ. ഓക്കെ, നോക്ക്, പപ്പാനെ പിടിച്ചിട്ടാണ് ഇന്ന് രാവിലെ ഈ വീഡിയോ എടുപ്പിക്കുന്നത് കേട്ടോ. പപ്പയുടെ കൈയെല്ലാം വിറച്ചു തുടങ്ങി, കൊണ്ട് പിടിച്ച് പാവ അമ്മൂട്ടി. അത് രാവിലെ ഉറക്കപ്പിച്ചിലൊക്കെ വന്നിട്ട് വീഡിയോക്ക് നിൽക്കുക. ഇന്ന് അമ്മൂട്ടി വലിയ എനർജറ്റിക് ആയിട്ട് നിൽക്കാനൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഉറക്കത്തിൽ നിന്ന് ഞാൻ എണീറ്റ് വന്ന് റെഡി ആയിട്ട് വീഡിയോക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞങ്ങള് രാവിലെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും മമ്മി നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ എല്ലാരും നമുക്ക് രാവിലെ നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ നല്ല രീതിയിൽ പോയി. പപ്പ വീഡിയോ എടുത്തു തന്നു, അമ്മൂട്ടി എണീറ്റു, മമ്മി ചായ എല്ലാം കൊണ്ട് തരുന്നുണ്ട്. അതൊരു സപ്പോർട്ട് ഇല്ലാത്ത അല്ലാത്ത ദിവസം എല്ലാ ദിവസവും ഗാർഗി നല്ല സപ്പോർട്ട്. ഷൂട്ടിംഗ് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും അവൾ ഇറങ്ങി വരുന്നത്. ഇന്ന് ഷൂട്ടിംഗ് ഇന്ന് സമ്മതിക്കുന്നേ ഇല്ല. എവിടെ പോയി ഞാൻ വൻ പ്ലാൻ ആക്കിയിട്ട് രാവിലെ എണീക്കുന്ന സീനൊക്കെ എടുക്കാന്ന് വിചാരിച്ചത്. ബട്ട് മഞ്ഞൊക്കെ ഉണ്ട്, രാവിലെ നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ അമ്മൂട്ടിയോട് പറഞ്ഞു രാവിലെ നമുക്ക് എണീറ്റിട്ട് ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചപ്പോഴത്തേര് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെ രാവിലെ എണീറ്റ് സെറ്റായിട്ട് വരും. എന്താണെന്ന് ഈ ഒരു ഡെഡിക്കേഷന് ഞാൻ സല്യൂട്ട് ചെയ്തിരിക്കുന്നു കൂട്ടി. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഈ ഒരു കാഴ്ചകൾ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമസ്കാരം. അടുത്ത വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം. ബൈ.